ഹലോ സ്റ്റുഡൻസ്, ഒന്നാമത്തെ മൊഡ്യൂളിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഏത് രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഈ മൊഡ്യൂളിലെ ഓരോ സെക്ഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗങ്ങൾ വീഡിയോ ആക്കി നൽകിയിട്ടുണ്ട്. അത് എക്സാമിന് മുന്നോടിയായിട്ട് ഒന്നുകൂടി കാണണം. അതിനുശേഷം ക്വസ്റ്റ്യൻസും കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ? നല്ല ഫ്യൂവലിൻ്റെ ലക്ഷണങ്ങൾ, നല്ല ഫ്യൂവലിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂളിൽ തന്നെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്യൂവൽ. ഹൈ എനർജി ഡെൻസിറ്റി, നല്ല ക്വാളിറ്റി ആയിട്ട് കമ്പഷൻ നടക്കണം, ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, പൊള്യൂഷൻ കുറവായിരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ഒരു ഫ്യൂവലിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്യൂവലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഴുതേണ്ടത്, ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് വാട്ട് ഈസ് ഫ്യൂവൽ? ഒരു ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം എഴുതണം. എന്നിട്ട് പിന്നെ ഇത് എഴുതാൻ പാടുള്ളൂ. ആദ്യ സ്റ്റെപ്പ് 1 അതാണ്. പിന്നെ സ്റ്റെപ്പ് 2 ഇവിടെ വരണം. സ്റ്റെപ്പ് 2 ആണ് ഈ ബാക്കിയുള്ള പോയിന്റുകളൊക്കെ. ഈ ക്വസ്റ്റ്യൻ നല്ല ഏതാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ റിഫൈനിങ് ഓർ ഡിസ്റ്റിലേഷൻ പ്രോസസ്. റിഫൈനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ എന്താണ് റിഫൈനിങ് അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂവലിനെ പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്ന പ്രോസസ്സാണ് റിഫൈനിങ്. അപ്പോൾ അതിൽ റിഫൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ഫ്യൂവല് നാച്ചുറൽ ഗ്യാസ് ആണ്, പിന്നീട് LPG, പിന്നീട് ഗ്യാസോലിൻ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് പോകും. അതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 4 ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽ. ഏതെങ്കിലും 4 ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് ആണുള്ളത്? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്ന ഭാഗത്ത് അതുണ്ട്. ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ടാവും. ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, വിസ്കോസിറ്റി, ക്ലൗഡ് പോയിന്റ് തുടങ്ങിയുള്ള ഓരോ ടേമുകളുണ്ട്. അതിലേതെങ്കിലും 4 എണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഫ്യൂവൽ കത്താനുള്ള മിനിമം ടെമ്പറേച്ചറിനാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് വിളിച്ചിരുന്നത്. ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലെയിമിൻ്റെ പ്രസൻസിൽ ഒരു ഫ്യൂവൽ കത്താനുള്ള മിനിമം ടെമ്പറേച്ചർ. ഫയർ പോയിന്റ് പറഞ്ഞാൽ ഒരു 5 സെക്കൻഡ് നേരത്തേക്കെങ്കിലും ആ ഫ്ലെയിം നിലനിൽക്കാനുള്ള ടെമ്പറേച്ചർ. വിസ്കോസിറ്റി പറഞ്ഞാൽ മെഷർ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ. ക്ലൗഡ് പോയിന്റ് പറയുമ്പോൾ വാക്സ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. അതേപോലെ പോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആവുന്ന ടെമ്പറേച്ചറാണ്. സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഫ്ലെയിമിൻ്റെ പ്രസൻസ് ഒന്നും ഇല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുന്ന ടെമ്പറേച്ചറാണ് എന്ത്? സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇനി എക്സ്പ്ലെയിൻ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അതും പ്രോപ്പർട്ടീസിൽ വരുന്ന ഭാഗം തന്നെയാണ്. ഏതൊക്കെയാണ് സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസ്? 1 വോളറ്റിലിറ്റി, ഒക്ടേൻ നമ്പർ, സീറ്റേൻ നമ്പർ, കലോറിഫിക് വാല്യൂ. ഇതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡൻസി ടു ഇവാപ്പറേറ്റ്. ഒക്ടേൻ നമ്പർ പറഞ്ഞാൽ ഐസോക്ടേൻ്റെ എമൗണ്ട് ആണ്.
സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ സീറ്റൈൻ്റെ അളവാണ്. കലോറിഫിക് വാല്യൂ പറയുമ്പോൾ യൂണിറ്റ് മാസ് സബ്സ്റ്റൻസ് ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയുടെ അളവാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിലിപ്പോൾ സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസിൽ ഈ 4 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 4 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ എഴുതി കൊടുത്താൽ മതി. അതേസമയം വോളറ്റിലിറ്റി പറയുന്ന സമയത്ത് വോളറ്റിലിറ്റിക്ക് സബായിട്ട് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എഫക്റ്റ് ഓഫ് വോളറ്റിലിറ്റി ഓൺ എൻജിൻ പെർഫോമൻസ് അത് എഴുതേണ്ട ആവശ്യമില്ല. വോളറ്റിലിറ്റി എന്താണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത് സെപ്പറേറ്റ് ചോദിക്കും എഫക്റ്റ് ഓഫ് വോളറ്റിലിറ്റി എന്താണെന്ന്. അപ്പോൾ അപ്പം മാത്രം അത് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 4 എഫക്റ്റ് ഓഫ് വോളറ്റിലിറ്റി ഓൺ എസ് എൻജിൻ പെർഫോമൻസ്. എസ് എൻജിൻ പെർഫോമൻസിൽ വോളറ്റിലിറ്റിൻ്റെ ഏതെങ്കിലും 4 എഫക്റ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എഫക്റ്റ് ഓഫ് വോളറ്റിലിറ്റി ഓൺ എൻജിൻ പെർഫോമൻസിൽ എസ് എൻജിൻ പെർഫോമൻസിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 8 എഫക്റ്റുകളുണ്ട്. കോൾഡ് ആൻഡ് ഹോട്ട് സ്റ്റാർട്ടിങ്, വേപ്പർ ലോക്ക്, എൻജിൻ വാമപ്പ്, ആക്സലറേഷൻ ആൻഡ് പവർ, കാർബറേറ്റ് റൈസിങ്, ഡെപ്പോസിറ്റ്സ്, ക്രാങ്കേസ് ഡൈല്യൂഷൻ, ഇവാപ്പറേഷൻ ലോസ്. ഇങ്ങനെ 8 കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 4 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ ഇഷ്ടമുള്ള ഏതെങ്കിലും 4. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ അബൌട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫ്യൂൽ അഡിറ്റീവ്. ഫ്യൂൽ അഡിറ്റീവ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഭാഗം വരുന്നത് നോക്കാം. അഡിറ്റീവ്സ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആൻറ്റി നോക്കിങ് ഏജൻ്റാണ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് വാട്ട് ഈസ് അഡിറ്റീവ്സ്, അഡിറ്റീവ്സ് എന്താണെന്നുള്ള കാര്യം ആദ്യം എഴുതി കൊടുക്കണം. എന്താണ് സംഭവം? ഫ്യൂവലിൽ അതിൻ്റെ ആൻറ്റി നോക്കിങ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ചില കെമിക്കലുകളാണ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ അഡിറ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് അഡിറ്റീവ്സ്. അഡിറ്റീവ്സിൻ്റെ ഒരു നല്ല അഡിറ്റീവ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് അതിൻ്റെ ഒക്ടേൻ നമ്പർ കൂട്ടണം, നോക്ക് റെസിസ്റ്റൻസ് ആയിരിക്കണം, അതേപോലെ തന്നെ അത് കംപ്ലീറ്റ് സൊലൂബിൾ ആയിരിക്കണം. അതിങ്ങനെ അഡിറ്റീവ്സ് വേറെയും ഫ്യൂവൽ വേറെ ആയിട്ടും കാണാൻ പാടില്ല, പ്രോപ്പറായിട്ട് മിക്സിങ് ആയിരിക്കണം. അതേപോലെ ടോക്സിക് ഗ്യാസുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ എൻജിൻ്റെ പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് കൊറോഷനൊന്നും വരുത്താൻ പാടില്ല. തുടങ്ങിയുള്ള കാര്യങ്ങളാണുള്ളത്. ഒരു 4-5 പോയിൻ്റെങ്കിലും മിനിമം എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അബൌട്ട് CNG വെഹിക്കിൾ. CNG വെഹിക്കിളിനെ കുറിച്ചിട്ട് എഴുതണം. എന്താണ് CNG എന്ന് പറയുന്നത്? CNG എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ മീഥെയിനാണ്. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് മീഥെയിനാണ്. മീഥെയിൻ ഗ്യാസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് CNG വെഹിക്കിളിനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ആദ്യം CNG എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. അതിൻ്റെ ശേഷം CNG വെഹിക്കിളിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു CNGൻ്റെ സിലിണ്ടർ ഉണ്ട്, ഫ്യൂൽ ഗാലറി ഉണ്ട്, പിന്നെ എയർ ഫിൽറ്ററും അതേപോലെ തന്നെ എയർ വരുന്നു, മാനിഫോൾഡിൽ വെച്ച് മിക്സിങ് നടക്കുന്നു, എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാമാണ്. ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എക്സ്പ്ലെയിൻ LPG വെഹിക്കിൾ. LPG വെഹിക്കിൾ ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് LPG എന്ന് പറയുന്നത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലേ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. പ്രൊപ്പൈനും ബ്യൂട്ടൈനും. പിന്നെ
അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം ഉണ്ട്. പ്രൊപ്പൈൻ LPG വെഹിക്കിളിൻ്റെ ഒരു ഡയഗ്രാം. ആ ഡയഗ്രാം വരക്കണം. ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഇതിൽ പറയാനുള്ളത്. ഒരു LPG ടാങ്ക് ഉണ്ട്, പെട്രോൾ ടാങ്ക് ഉണ്ട്. അപ്പോൾ LPG വേണ്ട സമയത്ത് LPG കൊടുക്കാം, പെട്രോൾ വേണ്ട സമയത്ത് പെട്രോൾ സപ്ലൈ ചെയ്യാം. അതൊക്കെ കൺട്രോൾ ചെയ്യണത് ഇവിടെ 2 സ്വിച്ചുകളാണ്. ഓക്കെ. പിന്നെ എക്സ്പ്ലെയിൻ ബയോഡീസൽ വെഹിക്കിൾ. ബയോഡീസൽ വെഹിക്കിൾ എന്താണെന്നുള്ള കാര്യം അവിടെ വിശദമായിട്ട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കുറിച്ച് വെക്കാം. ബയോഡീസൽ വെഹിക്കിൾ ഇറ്റ് ഈസ് എ റിന്യൂവബിൾ ആൻഡ് ക്ലീൻ ബേണിംഗ് ഫ്യൂവൽ ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം വേസ്റ്റ് വെജിറ്റബിൾ ഓയിൽ, ആനിമൽ ഫാറ്റ്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ആനിമൽ ഫാറ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബയോഡീസൽ. അതിന് പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ ആൽക്കൈൽ എസ്റ്ററുകളാണ്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നാറ്റി കുറിച്ച് എടുത്തിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ബയോഡീസൽ വെഹിക്കിളിനെ കുറിച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഈ മൊഡ്യൂളിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ്. മെയിനായിട്ട് പ്രൈമറി ഫ്യൂവലും ഓരോ ബേസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ഒക്കറൻസ് 2 types, പ്രൈമറി ഫ്യൂവൽ, സെക്കൻഡറി ഫ്യൂവൽ. പിന്നെ ഓൺ ദ ബേസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്, സോളിഡ് ഫ്യൂവൽ, ലിക്വിഡ് ഫ്യൂവൽ, ഗ്യാസസ് ഫ്യൂവൽ. ഓൺ ദ ബേസ് ഓഫ് റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ എനർജി അതും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോസിൽ ആൻഡ് നോൺ ഫോസിൽ ഫ്യൂവൽ, അതുപോലെ ആൾട്ടർനേറ്റീവ് ഫ്യൂവൽസ്. അത് ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രം എഴുതുക. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ ഫ്യൂവലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഫ്യൂവൽ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് എഴുതി കൊടുക്കണം. ഓക്കെ. താങ്ക് യു.